സേട്ടാ ഫിൽറ്റർ വേണം, ഫിൽറ്റർ, വാട്ടർ ഫിൽറ്റർ വേണ്ട. നെല്ലിപ്പളകി ഇട്ട് തരാം വേണ്ട. ശംഖുപുഷ്പം ഇട്ട് തരാം. ഫിൽറ്റർ വേണം, ഫിൽറ്റർ. എടോ തന്നോടല്ലേ പറഞ്ഞ് വേണ്ടെന്ന്. സോഷ്യൽ മീഡിയ തുറന്ന ഇതുപോലുള്ള ലാടവൈദ്യന്മാരുടെ പരസ്യത്തിനൊരു ബഹളമാണ്. നെല്ലിപ്പലക, ശംഖുപുഷ്പം, ആടലോടകം, അങ്ങനെ പല പരസ്യങ്ങളാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വെള്ളത്തിൻ്റെ pH കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സകല പ്രശ്നങ്ങളും തീരുമോ? ഒരിക്കലും ഇല്ല. അതായത് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ pH കൂടിയാൽ മാത്രം മുഴുവൻ പ്രശ്നങ്ങളും തീരില്ല എന്നുള്ളത്. പിന്നെ ഇതുപോലുള്ള ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ പരസ്യങ്ങൾ, അത് അവരുടെ മറ്റൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിനോട് ഞാൻ കൂടുതലൊന്നും എതിർക്കുന്നില്ല. എന്നാലും ഞാൻ സിമ്പിളായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ചില കാര്യം എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മുടെ ഓഫീസിലെ വാട്ടർ പ്യൂരിഫയറിലെ വെള്ളമാണ്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ TDS എന്ന് പറയുന്നത് 58. ഇനി റോ വാട്ടറിൻ്റെ pH കേട്ടോ, അത് കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് pHയിലേക്ക് എത്തുള്ളൂ. ഓക്കെ, യെസ്, ഇതാണ് റോ വാട്ടർ, അതായത് പ്യൂരിഫയറിൽ നിന്ന് എടുത്ത വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് 6.8 ആണ്. ഈ TDS ഉള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന കുമ്മായം, അതായത് ശംഖുപുഷ്പം എന്ന് പറയുന്ന സാധനം കേവലം ഒരു സ്പൂൺ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താവണം നമുക്ക് നോക്കാം. കക്കപ്പൊടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 58 എന്നുണ്ടായിരുന്ന, 58 അല്ലേ പറഞ്ഞു, ആ ഒരു റേഞ്ചിലുണ്ടായിരുന്ന ഒരു TDS ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് 200. ഈ കാണുന്ന ലെവലിലേക്ക് TDS ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി pHൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ 10.1 എന്നുള്ള നിലയ്ക്ക് pHും കൂടിയിട്ടുണ്ട്. ഇത് കേവലം 60 TDS ഉള്ള വെള്ളത്തിലേക്ക് ഒരു നുള്ള് കക്കപ്പൊടി ചേർത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ്. ഇതേ സ്ഥാനത്ത് ഒരു 300-400 TDS ഉള്ളൊരു വെള്ളത്തിലേക്കാണ് ഇത്രയും ചാക്ക് കണക്കിന് കക്കപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കക്കപ്പൊടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ്, ഏതാണെങ്കിലും ഔട്ട്പുട്ട് സോഴ്സ് തന്നെയാണ് കാൽസ്യത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു കാൽസ്യത്തിൻ്റെ ഒരു കലവറ. അപ്പോൾ ഇത്രയും കാൽസ്യം നമ്മുടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു 300-400 TDS ഉള്ള വെള്ളത്തിലേക്കാണ് ഇത്രയും കക്കപ്പൊടി ആഡ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് TDS എത്രയായിരിക്കും? 500-600 അതിന് മുകളിലും ആയിരിക്കും. അത്രയും വെള്ളം, അത്രയും TDS ഉള്ളൊരു വെള്ളം നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലേക്ക് ചെന്നെത്തുന്ന കാൽസ്യം ഡെപ്പോസിറ്റ് എത്രത്തോളമായിരിക്കും? അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ കിഡ്നി അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ലാടവൈദ്യന്മാർ, ഇവർ ലാടവൈദ്യന്മാരെന്നുകൊണ്ട് പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജംഗ്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് വരുന്നു, കുറച്ച് എന്തൊക്കെയോ ചെറിയ തരികിട മാജിക്കുകളൊക്കെ കാണിക്കുന്നു, അവരുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നു. പല്ലുവേദന മുതൽ അറ്റാക്കിൻ്റെ വേദന വരെ ആ ഒരു അത്ഭുത മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. സെയിം മെക്കാനിസം തന്നെയാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പല സാധനങ്ങൾ കൊണ്ടും വെള്ളത്തിലെ ഹാർഡ്നെസ് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനുള്ള യെസ് എന്നൊരു അഭിപ്രായം അവർ പറയുന്നില്ല. അതുപോലെ തന്നെ വെള്ളത്തിലെ ബാക്ടീരിയ കില്ലിങ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവർക്കൊരു ഉറപ്പ് പറയാനില്ല. പിന്നെ ആകെ പറയുന്നത് എന്നും പഠിച്ചു വെച്ചിട്ടുള്ള, അതും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോയി കഴിഞ്ഞാൽ അത്ഭുത മരുന്നാണ് അല്ലെങ്കിൽ നെല്ലിപ്പലകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെല്ലിപ്പലകേൻ്റെ മറ്റൊരു മെക്കാനിസം കൂടി ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമ്മൾ ഒരു കഷ്ണം, ഒരു മരത്തടി കുറച്ച് നാൾ അടുപ്പിച്ച ഒരു വെള്ളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ബയോഫോംസ്, അതായത് ബാക്ടീരിയകൾ അല്ലെങ്കിൽ ചെറു പ്രാണികൾ അതിൽ ഉത്ഭവിക്കും അല്ലെങ്കിൽ വളരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും.
സെയിം മെക്കാനിസം ഒരു വെസലിൻ്റെ അകത്തേക്ക് കുറച്ച് മരത്തടികളും പിന്നെ കുറച്ച് കല്ലും മണലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് വെസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് പരിശോധന നടത്തി അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാട്ടർ പ്യൂരിഫയർ വെസൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലാതെ ഇതുപോലുള്ള ലാടവൈദ്യന്മാരെ വിശ്വസിച്ച് പിന്നീട് നിങ്ങളുടെ ഭാവി നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്